എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ലൊരു സ്വീറ്റിൻ്റെ റെസിപ്പി നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്വടയാണ് നമ്മളിന്ന് കാണിക്കുന്നത്. ഇതൊരു മലബാർ സ്വീറ്റാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ളൊരു അടിപൊളി സ്വീറ്റാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ബിൻസീസ് കിച്ചൺ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു നെയ്വട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 3 ടേബിൾ സ്പൂൺ ചെറിയ ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് ഈസ്റ്റ് അലിയിക്കാനാണ് ഈ ഒരു വെള്ളം. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈസ്റ്റോ ബേക്കിംഗ് പൗഡർ വെച്ചിട്ടോ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ബേക്കിംഗ് പൗഡർ ആണെങ്കിൽ അതിൻ്റെ അളവ് ഞാൻ വഴിയെ പറയാം. അപ്പോൾ നമ്മളിവിടെ ഈസ്റ്റാണ് എടുക്കുന്നത്. അപ്പോൾ ഈസ്റ്റ് 2 രീതിയിലുണ്ട്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും ഉണ്ട്, ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റും ഉണ്ട്. ഇൻസ്റ്റൻറ്റ് എന്ന് പറയുമ്പോൾ ചെറിയ തരികളുള്ളതാണ്. അപ്പോൾ വലിയ തരികളുള്ളതാണെങ്കിൽ അത് ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റാണ്. അപ്പോൾ ഏത് ഈസ്റ്റ് ആണെങ്കിലും നമ്മൾ ഇതേ രീതിയിൽ ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് പൊടിയിലേക്ക് ഇട്ടിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു റെസിപ്പിയിലേക്ക് 3/4 ടീസ്പൂൺ ഈസ്റ്റാണ് വേണ്ടത്. ഇൻസ്റ്റൻ്റ് ആണെങ്കിൽ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ സെയിം അളവ് തന്നെ. ഇത് ചെറിയ ചൂടുവെള്ളത്തിലേക്ക് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഒന്നിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് ഒരു 8 മിനിറ്റ് മാറ്റി വെക്കാം. ആ ഒരു സമയത്ത് നമുക്ക് 1.5 കപ്പ് മൈദയോ ഗോതമ്പ് പൊടിയോ എടുക്കുക. അതിലേക്ക് 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. പക്ഷേ നമ്മൾ ഈസ്റ്റ് ചേർക്കുന്നതുകൊണ്ട് അത് ഞാനിവിടെ ചേർക്കുന്നില്ല. ഇനി നമുക്കിതിലേക്ക് നെയ്യ് വേണം. ഇതൊരു നെയ്വടയാണ്. അപ്പോൾ ആ ഒരു നെയ്യുടെ ടേസ്റ്റ് നമുക്ക് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 ടേബിൾ സ്പൂൺ നെയ്യാണ് മൊത്തത്തിൽ വേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളമൊന്നും ചേർക്കാതെ ഇത് കൈ വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ നെയ്യില്ല എന്നുണ്ടെങ്കിൽ സോഫ്റ്റായിട്ടുള്ള ബട്ടറും എടുക്കാവുന്നതാണ്, സെയിം അളവിൽ തന്നെ. അപ്പോൾ ബാക്കിയുള്ള 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നേരത്തെ അവിടെ ഈസ്റ്റ് ഒന്ന് പൊങ്ങാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഈസ്റ്റ് നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചെറിയ തരികളുള്ളത് ഡയറക്റ്റ് ഈ പൊടിയിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് എടുക്കാമെന്നാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും കൂടി എളുപ്പത്തിനാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈസ്റ്റും ആ ഒരു കൂട്ടത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിത് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഈസ്റ്റ് 3/4 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബേക്കിംഗ് പൗഡർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 1.5 കപ്പിന് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുക്കാവുന്നതാണ്. ഇതിലേക്ക് കുറേശ്ശെ ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 200 മില്ലി ലിറ്റർ വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. കുഴച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചപ്പാത്തി മാവിനെക്കാട്ടിലും കുറച്ചുകൂടെ ലൂസായിട്ടുള്ള ഒരു പരുവത്തിലാണ് കുഴച്ചെടുക്കേണ്ടത്. കുറച്ചുകൂടെ ഓയിലൊന്ന് തടവിയതിന് ശേഷം നമുക്കിത് അടച്ചൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ അടച്ച് മാറ്റി വെക്കുമ്പോൾ ഇതുപോലെ പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്തോ അല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് നനച്ച തുണി വെച്ചിട്ട് മൂടിയിട്ടോ നമുക്കിത് മാറ്റി വെക്കാം. ചെറിയ ചൂടുള്ള സ്ഥലത്ത് മാറ്റി വെക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഇത് ഡബിളായി കിട്ടും. നാട്ടിലൊക്കെ ആണെങ്കിൽ 1 മണിക്കൂർ പോലും വേണ്ട ഇത് പൊങ്ങി കിട്ടാനായിട്ട്. എനിക്കിവിടെ 2 മണിക്കൂർ ആയപ്പോൾ ഇത് നന്നായിട്ട് ഇത് റൈസായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഫെർമെൻ്റ് ആകാൻ മാറ്റി വെക്കുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഈ ഒരു പഞ്ചസാര നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കണം. ചെറിയ തീയിലിട്ട് പഞ്ചസാര നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കണം. അലിയിച്ചെടുത്താൽ മാത്രം പോലെ ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇതിലേക്ക് നമ്മളൊരു നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ് അത് ചേർത്ത് കൊടുത്തു. ഇനി ഈ ഒരു ഷുഗർ സിറപ്പ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് ഒരുപാടങ്ങ് കട്ടിയാകരുത്, ഒരുപാട് ലൂസും ആകരുത്, ചെറുതായിട്ടൊന്ന് കുറുകി വരണം. എന്നാൽ ഒരു നൂൽ പരുവം ആകുകയും വേണ്ട. അതിന് മുന്നത്തെ ഒരു പരുവത്തിൽ നമുക്കിത് ഓഫ് ചെയ്യണം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ലെമൺ ജ്യൂസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം നാരങ്ങ നീരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു പഞ്ചസാര ലായനി കട്ടിയായിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഷുഗർ സിറപ്പ് അവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടോടെ തന്നെ നമ്മളൊരു അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മാവ് ഇവിടെ ഡബിളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെങ്ങനെ നമുക്കിത് നെയ്വടയാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു മാവ് ഇനി നമ്മൾ കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒരു എയർ ബബിൾസൊക്കെ നന്നായിട്ടൊന്ന് കളഞ്ഞെടുക്കുക. നിങ്ങൾ ബേക്കിംഗ് പൗഡറാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു മാവ് ഇങ്ങനെ ഡബിളായിട്ട് വരില്ല. പക്ഷേ നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്യാനിടുമ്പോൾ അത് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ നമ്മൾ കയ്യിൽ കുറച്ച് നെയ്യൊന്ന് തടവിയതിന് ശേഷം ഇത് നമുക്ക് വടയുടെ ഷേപ്പിൽ നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഏത് സൈസിലാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു രീതിയിൽ നമുക്കത് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നല്ലൊരു സ്മൂത്തായിട്ടുള്ള റൗണ്ട് ആക്കിയതിന് ശേഷം ഹോളിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല സ്മൂത്തായിട്ട് തന്നെ ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ സാധാരണ കുബൂസിനൊക്കെ ചെയ്യുന്ന പോലെ ആ ഒരു രീതിയിൽ ഇത് നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. അതിനുശേഷം നമുക്ക് നടുക്കൊരു ഹോളിട്ട് കൊടുക്കാം.
അപ്പോൾ ആ കയ്യിൽ കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം ഇതുപോലെ വിരൽ ഇട്ടിട്ട് ഇതുപോലെ ഹോളിട്ട് കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വലുപ്പത്തിൽ നിങ്ങൾക്ക് ഈ ഒരു വടകളുടെ ഷേപ്പ് തയ്യാറാക്കിയെടുക്കാം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു വട ഇതുപോലെ ഷേപ്പ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റെങ്കിലും ഇത് ഒന്ന് മാറ്റി വെക്കണം. അതിന് ശേഷം മാത്രം നിങ്ങൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുക. എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഉള്ളത്. അല്ലാതെ നമ്മൾ ഷേപ്പ് ചെയ്ത് ഉടനെ തന്നെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് ഒരിക്കലും എടുക്കരുത്, അത് പാറക്കല്ല് പോലെ ഇരിക്കും. അപ്പോൾ ഞാൻ ആദ്യം ഒരെണ്ണം ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കാതെ ഫ്രൈ ചെയ്തു, അപ്പോൾ അതങ്ങനെ വന്നു. അപ്പോൾ ഇതുപോലെ ഒരു 15 മിനിറ്റെങ്കിലും ഒന്ന് ഒരു നനഞ്ഞ തുണി മുകളിലിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് മാത്രം നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ റെസ്റ്റ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുന്ന വട നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമുക്കതിലേക്ക് നല്ലതായിട്ട് ഷുഗർ സിറപ്പൊക്കെ ഇറങ്ങി കിട്ടും. ഒരിക്കലും റെസ്റ്റ് ചെയ്യാതെ നിങ്ങൾ ഇത് ഡയറക്റ്റ് ഇട്ട് ഫ്രൈ ചെയ്യരുത്. അപ്പോൾ കുറഞ്ഞ തീയിലിട്ട് സമയമെടുത്ത് 2 സൈഡും ഈ ഒരു കളറിലാവുന്നിട വരെ ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഷുഗർ സിറപ്പിലേക്ക് ചൂടോടെ തന്നെ ഇട്ട് കൊടുക്കണം. അതുപോലെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഷുഗർ സിറപ്പ് എടുത്തിരിക്കുന്നത് കുറച്ചൊരു വലിയ പാത്രത്തിലാണ്. അപ്പോൾ എല്ലാ വടയും ഫ്രൈ ചെയ്തതിന് ശേഷം ഇടാൻ പറ്റുന്നൊരു പാത്രം എടുക്കുക. ഇനി നിങ്ങൾക്ക് വടയുടെ ഷേപ്പിൽ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്വീറ്റ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിറപ്പിൽ കുറച്ച് നേരം കിടക്കണം. അപ്പോഴാണ് അതിലേക്ക് ആ ഒരു ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് ഇറങ്ങി വരിക. അപ്പോൾ ഞാൻ ചെറിയ തീയിൽ ഈ ഒരു ഷുഗർ സിറപ്പും അതുപോലെ തന്നെ ഈ ഒരു വടയും കൂടി ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വടയിലേക്ക് നന്നായിട്ട് ഈ ഒരു ഷുഗർ സിറപ്പ് നന്നായിട്ട് ഇറങ്ങി കിട്ടും. അതുപോലെ തന്നെ കുറച്ച് സമയം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അപ്പോഴാണ് നന്നായിട്ട് ഇത് സോഫ്റ്റായി കിട്ടുക. അതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് അടുത്ത ദിവസം എടുക്കുമ്പോഴാണ് ഈ ഒരു വട നല്ല ടേസ്റ്റായിട്ട് കിട്ടുക. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കി ഉടനെ തന്നെ എടുത്തിട്ടുള്ളതാണ്. എങ്കിൽ കൂടി നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഷുഗർ സിറപ്പൊക്കെ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്വീറ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു സ്വീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്വീറ്റായിട്ടുള്ള ബാദുഷയുടെ ആ ഒരു സെയിം രീതിയിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ബാദുഷ പക്ഷേ നമ്മൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഇട്ടിട്ടാണ് തയ്യാറാക്കുന്നത്. പക്ഷേ ഇത് ഈസ്റ്റാണ്. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഈസ്റ്റിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ബേക്കിംഗ് പൗഡർ വെച്ചിട്ട് ഇത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു സ്വീറ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്യുന്നതിൻ്റെ പിക്ചേഴ്സ് എനിക്ക് അയച്ചു തരിക. ഇൻസ്റ്റാഗ്രാമിലേക്കോ മെയിൽ ഐ ഡിയിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിലേക്കോ അയച്ചു തരിക. ഇൻസ്റ്റാഗ്രാം ഒന്നും ഇതുവരെ ഫോളോ ചെയ്യാത്തവർ തീർച്ചയായിട്ടും അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് എന്നോട് അവിടെ മെസ്സേജൊക്കെ ഇടാവുന്നതാണ്. അപ്പോൾ പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്